Hey Lalu bye. May I have a chair? If there are any problems, call me. Okay. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നീ ആരോ മൂലം ദേവിയോ? എന്താ? പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നീ ആരോ മൂലം ദേവിയാണോ ചോദിച്ചതാ? ഇനി മൂലൻ ദേവി അല്ല പൂലൻ ദേവി. എന്താണെങ്കിലും അർത്ഥം രണ്ടും ഒന്ന് തന്നെയല്ലോ. എന്റെ പൊന്നു ടീന, നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിട്ട്? നിനക്ക് ബോംബെ തന്നെ കിടന്നാ പോരായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വരാതെ എവിടെ പോവാനാ? അല്ലെങ്കിൽ തന്നെ ആൾക്കാരൊക്കെ പറയുന്നതേ അവന്തിക്ക് എല്ലാവരുടെ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നു, വഴക്കുണ്ടാക്കി നടക്കുന്നൊക്കെ. പക്ഷെ ഇവിടെ എന്താണ് സത്യാവസ്ഥ എന്ന് ആർക്കും അറിയണ്ടല്ലോ. ചുമ്മാ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടില്ല അങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നത്. ഞാനെന്ത് ചൊറിഞ്ഞടി? ചൊറിഞ്ഞില്ലേ? നീ ചൊറിഞ്ഞില്ലേ? ശരി ശരി വിട്ടേ. ഇതേലും ചെയ്യ്. എന്റെ മിസ്റ്റേക്കാ. ഞാനേ നിന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എന്തുവാടി ഇത് വൃത്തിയട്ട മണം? വൃത്തികെട്ടാണോ സ്പ്രേ ഇത്? എടി ഇത് ഇവിടത്തെ ആപ്പ സ്പ്രേ അല്ല, അങ്ങ് അബ്രോഡ് കൊണ്ടുവന്ന നല്ല ഫോറിൻ സ്പ്രേ. അറിയാമോ? ആണോ? ഈ സ്മെല്ല് കേട്ട അറിഞ്ഞൂടെ? മുംബൈയിലെ ചോർ ബസാറിൽ വരെ ലോക്കലായിട്ട് റോഡ് സൈഡിൽ വിൽക്കുന്ന സാധനമാണ് ഇത്. കാണിച്ചേ അപ്പൊ നീ വിശ്വസിക്കുമല്ലോ. ഇന്നെ പോലെ ഉള്ളവർക്ക് കാണിച്ചു തന്നെ ഇവിടെ പോയി പണ്ടാരം. ഇതാ നോക്കും, ഫോറിൻ കണ്ടോ? അല്ലാതെ നോക്കട്ടെ. ചോള ബസാർ നിന്റെ അമ്മൂമ്മയായിരിക്കും ഇതുപോലത്തെ ലോക്കൽ സാധനങ്ങൾ വിൽക്കുന്നത്. ഇതന്നെ തന്നെ ഇങ്ങോട്ട് ലോക്കൽ സ്മെല്ലടി. നേരത്തെ ഞാൻ പറഞ്ഞു വന്നുടനെ കയറി ചൊറിയാമല്ലേന്ന്. ഒരു നല്ല വഴിക്ക് പോകുന്നോണ്ട് മാത്രം ഞാൻ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ചൊറിയാന്ന് വന്ന് ഈ ലോക്കൽ സ്പ്രേ ഒക്കെ അടിച്ചോണ്ട് പറഞ്ഞതാ. ആണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചിട്ടാണല്ലോ. അങ്ങോട്ട് ഫ്രണ്ടിന്ന് എങ്ങോട്ട് ഇത് കണ്ടോടി? എനിക്കൊന്നും കേക്കണ്ട കേട്ടല്ലോ, എനിക്കൊന്നും കേക്കണ്ട. അതെന്താടിച്ചാരി അങ്ങനെ ഒരു ടോക്ക് നിനക്കൊന്നും കേൾക്കണ്ടാത്തത്? ഇതിപ്പോ പുതിയ കാര്യം വല്ലോണാ? നിങ്ങളമ്മ എന്തെങ്കിലും ഇടി ഉണ്ടാക്കാണ്ടിരുന്നിട്ടുണ്ടാ? ഇതിനകത്ത് ഞാൻ ഇടപെടാൻ പോകുന്നില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ എടി ചാരു, നീ ഒരുമാതിരി ഭൂഷണ സ്വഭാവം കാണിക്കല്ലേ. രണ്ടുപേരും മടി ഉണ്ടാക്കുമ്പോ ഒരു റൂംമേറ്റോ സുഹൃത്തൊക്കെ ആകുമ്പോ അത് സോൾവ് ചെയ്യാൻ നോക്കണം. അതാണ് അല്ലേടി? എന്നിട്ട് രണ്ടിന്റെയും കൂടി നടുക്ക് കിടന്ന് ഞാൻ സോൾവ് ചെയ്യാൻ നിന്നിട്ട് എനിക്ക് പഞ്ചോളാനാ പോടെ അവിടെ നിന്ന്. അതെന്താടി ചാരു നീ അങ്ങനെ ഒരു സംസാരം, ഒരുമാതിരി സെൽഫിഷ് സംസാരം? അതെ അല്ലേടി? ഇപ്പൊ രണ്ടും കൂടി ഒന്നായിട്ട് എന്നെ കോർണർ ചെയ്യണല്ലേ? ഞങ്ങളൊരു സെറ്റ് അല്ലേടി? എടി കോർണർ ചെയ്തല്ലേ, ഞാൻ കാര്യം പറഞ്ഞതാ. രണ്ടോരും ഒരു സെറ്റ്. ഇനി മേല ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം രണ്ടിനും കുത്തി തരും ഞാൻ. ഒരു അത്യാവശ്യ കാര്യം നിന്റെ അടുത്ത് പറയാൻ. നിന്റെ അമ്മൂടെ ഇരുത്തിട്ട് നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? ഒരു അച്ഛന്റെ കാര്യം പറയാനുണ്ട്. ഇതിന്റെ അകത്താ പറയാനുണ്ട്. നോക്ക് എന്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? വലിയ മാറ്റമൊന്നുമില്ല. എന്തേ? എടി ശ്യാം ഒന്ന് വിളിച്ചിരുന്നു പുറത്തോട്ട് റെസ്റ്റോറന്റിലോട്ട് പോകാനായിട്ട്. റെസ്റ്റോറന്റ് ആണോ റൂമാണോ? വൃത്തിയോട് പറയല്ലേട്ടാ. റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചതാ. അവൻ എന്നോട് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. പോയിട്ട് ലുക്കൊക്കെ ഓക്കെ അല്ലേ? പോയിട്ട് വരട്ടെ. എനിക്കൊന്നും മുള്ളാണോ നിന്ന് പോ. എനിക്കൊന്നും മുണണമായിരുന്നു. പോടി അല്ലെങ്കിൽ വേണ്ട പിന്നെ പോയിട്ട് വരാമേ. ഇങ്ങനെയാണ് മനുഷ്യനൊരു സമാധാനം തരത്തില്ല. ഹായ് ശ്യാം. കൊറേ നേരെ വന്നിട്ട് ഇല്ല, അരമണിക്കൂറായതോ. ബോറടിച്ചോ? ഇല്ല, ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ചുമ്മാ വായി നോക്കൂ ശ്യാം. ഒയ്യോ ഞാനോ? ഇല്ല വായും ഞാൻ നോക്കത്തില്ല. നമുക്ക് സത്യത്തിൽ ഒരു കാര്യം അറിയത്തില്ല. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്യാരക്ടർ നല്ലതായോണ്ട് ഇനി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് അവര്. എന്ത് സർട്ടിഫിക്കറ്റ്? കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. നല്ല ബിഹേവിയർ പവിക്ക് പോലും അത് കിട്ടിയിട്ടില്ല. ആണോ? അല്ല അവന്തിക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം? എന്തിനി? അത് ഒന്ന് സ്കൂളിൽ പഠിച്ചതിനും ഒന്ന് കോളേജിൽ പഠിച്ചതിനും. സ്കൂളിൽ പഠിച്ചതിനും കോളേജിൽ പഠിച്ചതിനും. അപ്പൊ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നു? ഫുൾ A+ ആയിരുന്നു. 10 A+ ഉണ്ടായിരുന്നു. പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ കോളേജിൽ പോയപ്പോഴാ? കോളേജിൽ ഫുൾ മാർക്കായിരുന്നു. അപ്പൊ ഫുൾ ടൈം പഠിത്തം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ. വലിയ ആളാണല്ലേ. ശ്യാം, നമുക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കാം. പിന്നെന്ത്? അവന്തിക്ക് എന്ത് ടോപ്പിക് സംസാരിക്കണോ പറഞ്ഞാ മതി. അല്ല, ശ്യാമിന് എന്റെ അടുത്ത് എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചോണ്ട് വന്നത്? അത് എനിക്കങ്ങനെ എടുത്ത് പറയാനായിട്ടൊന്നും ഇല്ല. എന്നാ ശരി ശ്യാം, ഞാൻ അല്ല അങ്ങോട്ട് പോകുന്നു, തിരിച്ചു പോകുന്നു. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. എടി അതല്ല സംഭവം. ഞാൻ അവിടെ വന്ന് ഈ വാഴപ്പണയുടെ സംസാരിക്കുന്നതൊന്നും നിനക്ക് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഒരു സമാധാനത്തെ അങ്ങ് സംസാരിക്കാനുള്ള ഒരു ഇതും ഇല്ല. അതെന്താന്നോ ശ്യാമേ, ഇങ്ങനെ
ഇങ്ങനെ പ്രായപൂർത്തിയായ ഒരു ചെറുക്കിനും പെണ്ണും വാഴപ്പണയിന്ന് സംസാരിക്കുന്നത് നമ്മുടെ കൾച്ചറിന് പറ്റിയ കാര്യമാണോ? അല്ല. എക്സാക്ട്ലി തെറ്റായ കാര്യമാണ്. ആ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചത്. അതെയോ? ഓ ശരി ശരി. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയാ. 2 ബിരിയാണി പറഞ്ഞാല്. അയ്യോ എനിക്ക് വേണ്ട ശ്യാമേ. ഇപ്പൊ ഇവിടുന്ന് കഴിക്കാൻ തോന്നുന്നില്ല. ശ്യാമിന് നിർബന്ധമാണെങ്കിൽ 2 പാഴ്സൽ വാങ്ങിച്ചു തന്നോ, ഞാൻ വീട്ടിൽ പോയിരുന്ന് കഴിച്ചോളാം. 2 ഞാനും കൂടെ വരണോ? അല്ല ചാരു അവളും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പാഴ്സൽ പറഞ്ഞോ? അതൊക്കെ പറയാം. ഓ അതിപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലാ. പിന്നെ പിന്നെ പിന്നെന്താ? പിന്നെ ഈ പാട്ടെന്താ ഇത് ഈ സമയത്ത്? അല്ല അത് ഇവിടെ ഉത്സവം നടക്കായിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു. ആണോ? ആ ശരി ശരി. അല്ല അന്നദാനം പറഞ്ഞപ്പോഴാണ് അവന്തി കുക്ക് ചെയ്യൂ. കുക്ക് ചെയ്യൂ. കുക്ക് ചെയ്യും. എന്താണ് സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്യുന്നത്? ഞാൻ ചായ ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും. നല്ലതാ, ചായയും ദോശയൊക്കെ നല്ലതാ. പിന്നെന്താ? ഈ ഭാവി വരനെ പറ്റി എന്താണ് അഭിപ്രായം? അതൊക്കെ എന്തിനാ ശ്യാമി ഇപ്പൊ ചോദിക്കുന്നേ? എനിക്ക് നാണം വരും. അയ്യോ നാണപ്പെടല്ലേ, ഞാനല്ലേ ചോദിക്കുന്നേ. പറയാന്ന് നല്ല സ്നേഹമുള്ള ആളായിരിക്കണം, നല്ല കെയർ ചെയ്യുന്ന ആളായിരിക്കണം, 100%. പിന്നെ മെയിൻ ആയിട്ടും കുക്ക് ചെയ്യുന്ന ആളായിരിക്കണം. കുക്ക് ചെയ്യുന്ന പാചകം. അല്ല അത് കുക്ക് ചെയ്യുന്ന എന്തിനാണ്? അത് പിന്നെ എനിക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കണ്ടേ ശ്യാമേ? കഴിക്കണം. ശ്യാമിന് കുക്ക് ചെയ്യാൻ അറിയാവോ? ഇതുവരെ അറിഞ്ഞൂടാ, പക്ഷെ ഇനി ഞാൻ പഠിക്കും 100%. അയ്യോ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി കുക്ക് ചെയ്ത് തരും. സത്യം. ഇവിടെ വെച്ചൊക്കെ ആൾക്കാർ വല്ല വിചാരിക്കും. അതല്ല അടുത്ത് വാ. ആ ബാക്കി ഇരിക്കുന്ന കുട്ടി എന്താ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കുട്ടി ഇതൊക്കെ നോക്ക്. കണ്ടോ അങ്ങോട്ടല്ല ഇപ്പുറത്ത് നോക്ക്. കണ്ടു. അവരെന്താ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ചിലപ്പോ നിന്റെ സൗന്ദര്യം കണ്ട് നോക്കി നിന്നതാ. ഒന്ന് പോ ശ്യാമി, എനിക്ക് നാണം വരും. നാണം നിർത്തണ്ട, നാണിച്ചു. കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ചിരിക്കില്ലേ? ഇതെന്താ സംഭവം? എനിക്ക് നാണം വന്ന എങ്ങനെയാ? ഇങ്ങനെ നാണിക്കല്ലേ പ്രശ്നവും. അവന്തികയല്ലേ? അതെ. ആരാ? കിളിമാനൂർ ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ചേ? അതെ അതെ. തനിക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. എടോ ഞാനാ ആര്യ. എനിക്കെന്നെ ഓർമ്മയില്ലേ? ഇല്ല. എങ്ങനെ ഓർമ്മ കാണാനാ? പണ്ട് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ഇവള് പണ്ട് എക്സാമിന് തുണ്ട് വെച്ച് എഴുതിക്കൊണ്ടിരുന്നത്. എക്സാമിനെ തുണ്ട് വെച്ച് കോപ്പി അടിച്ചോണ്ടിരുന്നത്. ആള് മാറിയതാ. അവന്റെ എക്സാം ബിറ്റ് വെച്ചൊക്കെയാണോ എഴുതി പാസ്? ഞാൻ ഫസ്റ്റ് ക്ലാസ് അല്ലേ. കുട്ടിക്ക് ആള് മാറിയതായിരിക്കും. ഇല്ലടാ നീ അവന്തികയല്ലേ? ഞാൻ റോൾ നമ്പർ 6 ആര്യ. മറന്നുപോയോ? എന്റെ ആൻസർ പേപ്പർ നോക്കിയിട്ടല്ലേ നീ കെമിസ്ട്രി മാത്സ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നേ? തമാശക്കാരി. ഇവള് പണ്ടേ തമാശക്കാരിയാണ്. പണ്ട് എന്ത് സുന്ദരിയായിരുന്നു. ഇപ്പോൾ ഒരു പേക്കോലായി പോയല്ലോ. ഇതാരാ? അത് വേറൊരു മനുഷ്യൻ. ശ്യാമേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കുറെ നാൾക്ക് ശേഷം കാണുന്ന ഫ്രണ്ട് അല്ലേ, അപ്പൊ ഞങ്ങൾ പോയി സംസാരിച്ചിട്ടൊക്കെ ഇപ്പൊ വരാവേ. നീ എവിടെ താമസിക്കുന്നേ? ഞാൻ ഇവിടെ കുറച്ചടുത്താ. വാ എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എനിക്ക് അങ്ങനെ വിശേഷമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ഫോൺ നമ്പർ ഞാൻ വിളിച്ച് സംസാരിക്കാം. നമ്പർ ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. എടുത്തോ. ഞാൻ ഫുഡ് കഴിച്ചില്ല. കുഴപ്പമില്ല, ഞാൻ ഇഷ്ടമുണ്ട്. ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ. വേണ്ട, പിന്നെ കാണാവേ ശ്യാമേ. ഓക്കെ വാ. ശരി ശ്യാമേ. ശരി കാണാം. സമാധാനത്തിൽ സംസാരിക്കാനും സമ്മതിക്കൂല. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ജ്യൂസും വലിച്ചോണ്ടിരിക്കും. ഓഹോ, ഇവിടെ സുഖിച്ചിരുന്ന് ചിപ്സും തിന്നോണ്ടിരിക്കുവാണല്ലേ? ശരിയാണ്. ക്രിസ്മസ് ഒക്കെ പോയി, കൊള്ളത്തില്ല. അങ്ങനെ സൂഹിക്കണ്ടെന്നാ പറഞ്ഞേ. മോൾ എഴുന്നേറ്റ് വന്നേ, കുറച്ച് പണിയുണ്ട്. അങ്ങോട്ട് വാഴ നനയ്ക്കാനുണ്ട്. അയ്യോ നീ കിസാനാന്നല്ല ഞാൻ പറഞ്ഞേ. അമ്മാവൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് വാഴയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നനച്ചിടണം. പറഞ്ഞില്ലല്ലോ. അതിന് നീ ഇവിടെ ഉള്ളപ്പോ അമ്മാവൻ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാ. ഞാൻ എന്തിനാ വരുന്നത്? നനയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാൻ. എനിക്ക് ഒറ്റയ്ക്ക് അത് മൊത്തം കൂടി നനയ്ക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്ന് ചാരു, വെയിലത്തൊന്നും പണിയെടുക്കാൻ എന്നെ കൊണ്ട് ഈ ഗ്ലാമറൊക്കെ എന്തിനാ വെയിലത്ത് കൊണ്ട് കളയണ ചാരു? അതുകൊണ്ട് ഇടയ്ക്ക് പോയി ചെയ്യും. ചുമ്മാ തൊട്ടി സ്വഭാവം കാണിക്കരുത് എന്റെ അടുത്ത്. ഞാൻ തൊട്ടിയാടി, നിനക്ക് എന്നാ കുഴപ്പം? ആണാ? എന്നാലേ ഈ സാധനങ്ങളൊക്കെ വിറി ഞങ്ങള്
കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചാ ഇത് നീ കഴിക്കണം കേട്ടല്ലോ. എടി അടുത്ത ആടി ഞാൻ ഒരു നല്ലൊരു മൂവി കണ്ടോണ്ടിരിക്കുവായിരുന്നു. അതിന് ഞങ്ങൾ നിന്നെ കൊണ്ട് തീറ്റിക്കണ. ഇനി ഇവിടെ ഇരിക്കണ ഒരു സാധനത്തിന് നീ തൊട്ട് വരുത് കേട്ടല്ല. ഇങ്ങനെയൊന്നും കുറച്ച് താ. എടി ഇവിടെയാണോ നീ താമസിക്കണേ? അടിപൊളി സെറ്റപ്പ് ആണല്ലോ. ഞാൻ മാത്രമല്ല, അതെ എന്റെ ഫ്രണ്ട്സും ഉണ്ട്. ഇത് ടീന, അത് ചാരു. ഹായ്, ഐ ആം ആര്യ. ഓ ഗ്ലാഡ് ടു മീറ്റ് യു. നമ്മൾ ഒരുമിച്ച് പഠിച്ച സ്കൂൾ മേറ്റ്സാ. ഞങ്ങൾ ഫ്രണ്ട്സാ. എവിടെയാ നിന്റെ റൂം? മുകളില് 2ാമത്തെ റൂം. ഓക്കെ, ഞാൻ അവിടെ കാണും, അങ്ങോട്ട് വന്നാൽ മതി. താങ്ക് യു. കേറി പോട്ടോ. ഏതാടിയോ പോയ സാധനം? ഒരു മാനോസ് എനിക്കറിയത്തില്ല. നിനക്കറിയത്തില്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞ്? എടി കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ എന്റെ സ്കൂളിൽ പണ്ടപ്പോഴും കൂടെ പഠിച്ചതാ, അല്ലാതെ വലിയ ബന്ധമൊന്നും ഇല്ല. നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? എടി ഞാൻ ഷാമിനിക്കട റെസ്റ്റോറന്റിൽ പോയില്ലേ, അവിടെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ എന്റെ അടുത്ത് ഓടി വന്നിട്ട് എന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് എന്റെ കൂടെ ഇങ്ങനെ വന്നടി. സെറ്റായി. എനിക്ക് ഇതിനെന്തോ കുഴപ്പമുണ്ടോ? അതെ എന്തോ കുഴപ്പമുണ്ട്. ചെല്ലകട് ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പെരിയ തഞ്ചത്തി മുകളിലോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് അവൾ ഇവിടുന്ന് ഇറക്കി വിടും. അങ്ങനെയാണോ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഐ മീൻ നിന്റെ ഇപ്പൊ പഠിച്ച കുട്ടിയാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ചേച്ചി തന്നെ അങ്ങ് പോയിട്ട് ഇറക്കി വിട്ടാ മതി കേട്ടല്ലോ. പിന്നെ ഞാനും വരാം. ആ പോടി പോ, ചെല്ല്. ഈശ്വരാ, പിന്നെ നമുക്കതല്ലേ എടി പണിയല്ലേ ചാരു. അവിടെ നിക്ക് നീ, അവിടെ നിക്ക് നീ. ഞാനിവിടെ നീ എന്താ ചെയ്യുന്നേ? ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നോ? എന്തിന്? എനിക്ക് ഈ ഡ്രസ്സൊന്നും ഈ ബാഗിൽ തന്നെ ഇരുന്നാലേ ഒരു വല്ലാത്ത സ്മെല്ല, അതെനിക്ക് ഇഷ്ടമല്ല. അല്ല, നീ ഇന്ന് പോവല്ലേ, പിന്നെന്തിന് തുണിയൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നേ? ഞാനിവിടെ പോവാൻ, ഞാൻ കുറച്ച് ദിവസം നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാ വന്നേ. കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിട്ട് വലിയ അടുത്തുള്ള ബന്ധമൊന്നും അല്ലല്ലോ നമ്മൾ തമ്മില്. ബന്ധമൊന്നും ഇല്ലെന്നോ? എന്റെ പഴയ അവന്തി അല്ല നീ. എന്റെ പഴയ അവന്തി ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിക്കത്തില്ല. പഴയ അവന്തിയോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ ഇത്രയും കിടന്ന് ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത്ര വലിയ ബോണ്ടിങ് ഒന്നും ഇല്ലല്ലോ. പണ്ടെപ്പോഴും കൂടെ പഠിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് അവന്തി, സ്റ്റോപ്പ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ പണ്ടത്തെ അവന്തി ആയിരുന്നെങ്കിൽ ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. പണ്ട് എന്റെ ആൻസർ ഷീറ്റിൽ നിന്ന് നീ കോപ്പി അടിച്ചിട്ടല്ലേ എല്ലാ എക്സാമിനും പാസ്സായത്. നീ എക്സാം പേപ്പറിന്റെ കാര്യം ഒന്നും പറയണ്ട കേട്ടല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ എക്സാം പേപ്പർ നോക്കി എഴുതിയ 2 വിഷയം ഞാൻ 8 നില പൊട്ടി. അവസാനം സപ്ലി എക്സാം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എഴുതി രക്ഷപ്പെട്ടത്, അറിയാമോ? അതെ, അത് കറക്റ്റായിട്ട് നോക്കി എഴുതണമായിരുന്നു, അല്ല എന്റെ തല കൊണ്ടിടല്ല വേണ്ട. പഴംപുരാണൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല എന്റെ പൊന്നുകുട്ടി. നീ നോക്കിയേ, നീ ഇവിടെ താമസിക്കുന്ന എന്റെ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല, അതുകൊണ്ട് പെട്ടെന്ന് പോവാൻ നോക്ക്. എന്നാ അവര് പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ ഞാൻ നിന്റെ കൂട്ടുകാരി അല്ലല്ലേ? കൂട്ടുകാരിയാണ്, പക്ഷെ സ്കൂളിൽ പഠിച്ചിട്ട് ഫ്രണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് കഥ പഠിച്ചത്. ഈശ്വര, ഇവിടെ എന്തോ നീ കാണിക്കുന്നത്? കൊണ്ടെന്നെ നിനക്കത് മൊത്തം ഒന്ന് വെള്ളം നിറച്ചോണ്ട് വന്നൂടെ? എന്നെ കൊണ്ട് ഇത്രേ വെയിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ബെസ്റ്റ്. ഈ നീയാണോടി വലിയ ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഹുങ്കും പറഞ്ഞ് നടക്കുന്നത്? ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുക്കാൻ പറ്റും നീയാണോ ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റ്? പട്ടി. ചാരു എന്നെ ഹ്യൂമിലേറ്റ് ചെയ്ത ഞാൻ എന്റെ പാട്ടിന് പോകും കേട്ടോ. ഇതങ്ങനെ ഹ്യൂമിലേഷൻ ആവുന്നേ? ഞാൻ ഫാക്ട് അല്ലേ പറഞ്ഞുള്ളൂ. അവരെ മോള് സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. എന്തുവാണ് ഒരു തല നിന്നോണ്ടിരിക്കുമ്പോ അടുത്തത് കയറി? എന്തായാലും വന്ന സ്ഥിതിക്ക് പോയി ബക്കറ്റിൽ വെള്ളം നിറച്ചോണ്ടോ. ഞാൻ എവിടൊക്കെ തിരക്കുന്നറിയാവോ? എന്താണ്? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നത്. എന്താടി പേടിപ്പിക്കാണ്ട് കാര്യം പറ. ആര്യ പിങ്കിയുടെ റൂമിൽ കയറി കഥ അടച്ച് എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. അതിനവൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന? ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. അത് കേട്ട ഉടനെ കരഞ്ഞോണ്ട് ഓടിപ്പോയി റൂമിൽ കയറി. എന്നിട്ട് കഥ കടച്ച് എത്ര മുട്ടിട്ടും തുറക്കുന്നില്ല. അപ്പൊ ഉറപ്പിച്ച് അവൾ ആത്മഹത്യ ചെയ്യാൻ പോയതാ. എന്റെ ഒരു തോന്നലതാ.
ആത്മഹത്യ നീ എന്തൊക്കെയാടി പറയുന്നേ? ഇതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ വെച്ചിട്ടേ അവൾ ആത്മഹത്യ ചെയ്യാൻ തന്നെ ചാൻസ്. വിതിൻ സെക്കൻഡ്സ് അവൾക്ക് കേൾക്കാം. അങ്ങനൊക്കെ സംഭവിക്കുവോ? പിന്നല്ലാതെ. അയ്യോ എടി ശരിക്കും ആരാ? എടി നിന്റെ അടുത്തൊക്കെ പറഞ്ഞേക്കുള്ളൂ, എനിക്ക് അവളെ കുറിച്ച് ഒന്നും അറിയാത്തത് ഞാൻ പറഞ്ഞില്ലേ. ഓരോ കുരിശെടുത്ത് വെയിറ്റ് ചെയ്യണം, നമുക്ക് വേഗം പോയി നോക്കിട്ട് വരാം. ഓട് 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 ഓടി വാ, ഓടി വാ. ഞാനിപ്പോ പോലീസിനെ വിളിക്കും, മര്യാദക്ക് വാതിൽ തുറന്നോ. നിങ്ങൾ ആരോടെ പറയുന്നേ? അതിനകത്ത് പെങ്കോച്ചിന്റെ അടുത്ത് നിനക്ക് ചെവിയിട്ടൂടെ? ഇടി ആ പെണ്ണ് വല്ല ഷോള് ഫാനിൽ കെട്ടിട്ട് തൂങ്ങി നിൽക്കുവാണെങ്കിലോ? എടി ചാരു, എനിക്ക് പേടിയാവും. നമ്മൾ എങ്ങനെ ഇതിന്റെ പരിഹാരം കണ്ടുപിടിക്കുന്നേ? എനിക്ക് പേടിയാണ്. ഒന്നുകിൽ ഈ ഡോർ തല്ലി പൊട്ടിക്കണം, അല്ലെങ്കിൽ ആ സൺഷെയ്ഡ് വഴി മറ്റേ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട്. അയ്യടി ഒന്നും നടക്കത്തില്ല. അമ്മ വന്നാൽ എന്റെ അടുത്തേ ചോദിക്കത്തുള്ളൂ. ഇത് തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ എന്നാ ചെയ്തു ഈ പറയണേ? എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. മര്യാദക്ക് ഇവിടെ വീട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. നമ്മളത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. എന്റെ സ്കൂളിലെ ടീച്ചറിനെ വിളിച്ചല്ലേ, പഴയ ക്ലാസ്സിനെ വിളിച്ചാൽ ഇവിടെ അഡ്രസ് കിട്ടും. വേഗം വിളിക്ക്. ഫോൺ എടുക്കട്ടെ. കിട്ടി. ഇനി പേരെന്തോന്ന് സേവ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് പെട്ടെന്ന് വിളിക്കണേ. സ്കൂൾ ടീച്ചറല്ലേ, സ്കൂളിനെല്ലാം നോക്കി നോക്കി. സ്കൂള് കോളേജ് നീ ഒന്നും ഉണ്ടായിരിക്കോ? ആ കിട്ടി. എടുത്താ മതിയായിരുന്ന. ആ ഹലോ ഹലോ ടീച്ചറെ, ഞാനേ അവന്തികയാണേ. പണ്ട് സ്കൂൾ ആരെയും വിളിക്കല്ലേ അവന്തി? ഫോൺ ഇങ്ങിത്താ. ഞാനൊരു വലിയ പ്രശ്നത്തിലാ. ദേ നോക്ക്, എന്ത് പ്രശ്നമാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയണ്ട. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിക്കോണേ കേട്ടല്ലോ. അതെ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. കൊച്ചു പറ, ഞങ്ങൾ കേട്ടോളാം. അല്ല ഞാൻ കേട്ടോളാം. എന്റെ പേര് ആര്യ. ഓ ഇത് വന്നപ്പോഴും ഇത് തന്നെയല്ലേ പറഞ്ഞത്? എന്റെ പൊന്നു കൊച്ച പേര് മാറ്റിട്ട് കാര്യത്തിലോട്ട് വാ. അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കാശ് കൊടുത്താൽ എനിക്ക് ചാൻസ് വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ അവന് അച്ഛൻ്റെ അടിച്ചു മാറ്റി 25,000 രൂപ എടുത്ത് കൊടുത്തു. അവസാനം ചാൻസും ഇല്ല, പൈസയില്ല. അവന് വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല. ആ നന്നായി. ഈ ലോകത്ത് ഈ യുഗത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്? ആരെല്ലാം ചോദിച്ചാൽ അങ്ങനെ പൈസ എടുത്ത് കൊടുക്കുവോ? അത് പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിലൊക്കെ എന്തുവാടോ താൻ ഈ കാണിക്കുന്നത്? ഞാൻ അങ്ങനെ പൈസ കൊടുക്കാനില്ലാണ്ട് എങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വിഷമിച്ചിരുന്നപ്പോഴാണ് റെസ്റ്റോറൻറ്റ് വെച്ച് ഇവിടെ കണ്ടേ. ഹലോ, അതിന് നീ എന്റെ അടുത്ത് എന്തിനാ ചോദിക്കുന്നത്? പിന്നെ ഞാൻ എവിടേക്ക് പോവാനാ? ഓഹോ, അപ്പൊ നീ ഇവിടെ നിൽക്കാൻ വേണ്ടി തന്നെയാണല്ലേ വന്നത്? ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഇപ്പൊ പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഞാൻ പോവില്ല. ഹലോ, നിന്റെ ഫ്രണ്ട് അല്ലേ? നീ എന്താ സൊല്യൂഷൻ കാണും? വീട്ടിൽ പൈസ ഇല്ലാതെ പോയ അച്ഛനെ കൊന്നുകളയും. ഞാനെന്ത് സൊല്യൂഷനെ പിന്നെ കാണാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പോകത്തില്ല. അല്ലെങ്കിൽ എന്നെ ഇവിടെ താമസിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ക്യാഷാ. ക്യാഷ് തരാനോ? നിനക്ക് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും എനിക്കറിയാമ്മയോട് ചോദിക്കും. ഈ കേറി വരുന്നതിന് പോകുന്നതിനൊക്കെ ഞാൻ എവിടെ നിന്ന് പൈസ കൊടുക്കാനാ? കാര്യം പറട്ടെ, കൊടുത്തു മര്യാദക്ക് ഒഴിവാക്കിക്കോ. എന്ന് നിന്റെ തലയിലാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. ആ എന്തെങ്കിലും കൊടുത്തു വിടും. തലവിധി. ഞാൻ ഇവിടെ താമസിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. വേണ്ട. അത് ശരിയാവില്ല. അതെ, ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അവള് കാശ് എന്ന് കൊച്ചിനെ പറഞ്ഞു വിടും. സെറ്റ് പേടിക്കണ്ട കേട്ടാ. നീ ഇങ്ങനെ അബദ്ധത്തിലൊന്നും ചെന്ന് പെടല്ലേ. ദാ, 10,000 രൂപയുണ്ട്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ മുഴുവൻ പൈസ എടുത്ത് കൊടുത്തിട്ടേ ഇങ്ങനെ തേപ്പ് ഇട്ട് നിൽക്കില്ല. പഠിക്കുന്ന ടൈമിൽ കാണിച്ച ബുദ്ധി ജീവിതത്തിൽ കാണിച്ചാൽ തന്നെ രക്ഷപ്പെട്ടേനെ. ഇനിയെങ്കിലും ജീവിതം കൊണ്ട് ഇങ്ങനെ കോഞ്ഞാട്ടി ആക്കരുത് കേട്ടാ. താങ്ക് യു ആന്റി. എന്തായാലും 10,000 റുപ്പീസ് എങ്കിലും ആയല്ലോ. ബാക്കി ഞാൻ ആരുടെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം. താങ്ക് യു സോ മച്ച്. ഞാൻ പോയിട്ട് വരാവേ. പോയിട്ട് വരണ്ട. ആ വഴി അങ്ങ് പോയിക്കോ. പിന്നെ നീ ഈ ഉപകാരം ഒന്നും ഓർത്ത് മനസ്സിന് വെച്ചേക്കണം കേട്ടോ. എല്ലാം മറന്നു കളഞ്ഞേക്ക്. ആദ്യം നീ എന്നെ മറക്കണം കേട്ടോ. പോയിട്ട് പിന്നെ അങ്ങോട്ട്. ഇനിയിപ്പം അത് ഓർമ്മ വെച്ചിട്ട് ഇനി എന്തെങ്കിലും എന്നെ എവിടെ വിളിച്ച് കണ്ടിട്ട് അവന്തികൾ ഇടും വന്ന് എനിക്ക് പണിയാവത്തില്ലേ? എന്തുവാ ഇത്? നീ തന്നെയാണോ? ഞാനാണല്ലോ. എവിടെ പോയി? വിശ്വസിക്കാൻ പറ്റല്ലടി. നിനക്ക് ദാനശീലായിരുന്നാ? അയ്യോ ഹൗ സ്വീറ്റ്. ആ കൊച്ചിനൊരു സങ്കടം വന്നപ്പോ നീ 10,000 രൂപ നീ ആ കൊച്ചിന് എണ്ണി കൊടുത്തത്. എന്റെ അവന്തി, ഇതൊന്ന് പിച്ചിക്കേ. നടന്നു തന്നെ.
ഇതൊക്കെ എന്ത് ഈ ദാനശീലം എന്ന് പറയുന്നത് എനിക്ക് ജസ്റ്റ് ഒരു ഹോബി മാത്രമാണ്. ചെറുതീത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ചാരു, ഈ സ്വർണ്ണത്തിലേക്ക് ഇപ്പൊ എന്താ വില? അറിയില്ല, നിനക്കെന്തിനാ? ഇത് കൊടുത്ത എത്ര രൂപ കിട്ടുമായിരിക്കും? നിന്റെ പുതിയതാ? പഴയതായിരിക്കും അല്ലേ? അവിടെ കൈ കിടന്നതാ. ഏതവള്? ഇപ്പൊ പോയ അവള് മീര, അവൾ ആര്യ. അവളുടെ കൈ കിടന്ന മോതിരോ? ഹലോ, അടിച്ചു മാറ്റിയപ്പോ അല്ലേ? അങ്ങനെയും പറയാം. ഇവിടെ സ്വഭാവമാണ് അതാണല്ലോ. നിന്നിത്രേ ഞാൻ വാഴ്ത്തിപ്പൊക്കിയത്. മാറ്റണം മാറ്റണം. എന്ത് സ്വഭാവമാണ് നീ കാണിച്ചത്? ഒരാളുടെ മോതിരം അടിച്ചു മാറ്റണ എന്നാണ്? പിന്നെ എവിടുന്ന് കയറി വന്ന പണ്ടപ്പോഴും മുടിത്തെറിച്ച ബന്ധം പറഞ്ഞിട്ട് വന്ന ഒരു പെണ്ണ് എന്റെ 10,000 രൂപ എടുത്ത് കൊടുക്കാൻ എന്റെ തലക്കൊണ്ട് വണ്ടി ഓടുന്ന ഞാൻ അത്ര പണക്കാരിയാണോ? എന്നാലും എടി നീ അവളെ ശ്രദ്ധിച്ചു നോക്കിയോ? അവിടെ കയ്യിൽ മോതിരം, അത് ഞാൻ എടുത്ത് മാറ്റിയല്ലോ. കയ്യിൽ ബ്രേസ്ലെറ്റ്, കഴുത്തിൽ 2 മാല, അങ്ങനെ അത്യാവശ്യം ക്യാഷ് ഉള്ള പെണ്ണ. അവള് അതൊന്നും കൊടുക്കാതെ പണ്ടെന്നോ കണ്ട ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ അവൾ എന്റെ അടുത്ത് 10,000 രൂപ ചോദിച്ചാ അത് ഇവിടുത്തെ അത് മോശമായിപ്പോയി. മിണ്ടാ മറന്നു കേട്ടല്ലോ, മാറ്റായി പോയി. എടി ഇത് വിറ്റാ നമുക്ക് നിനക്കില്ല 10,000 എങ്കിൽ 10,000, ഒരു 2,000 കൂടെ കൂട്ടി വാങ്ങിക്കാൻ കിട്ടി, ഞാൻ കൂട്ടി വാങ്ങിക്കും. അല്ല പിന്നെ എന്റെ പൈസ ഇന്നോട് വിലയില്ലേ? ഇല്ലേന്ന് കേറങ്ങോട്ട്.